ഹായ് ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് +1 മാത്സിന്റെ 12th ചാപ്റ്റർ ആയിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എല്ലാം കൂടെ തിയറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. കുറെയൊക്കെ നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിച്ച കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഒരു സിമ്പിൾ ഫംഗ്ഷൻ. ഇനി ഇതിലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ലിമിറ്റിന് നമ്മൾ സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ LIM എന്നാണ് ലിമിറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇങ്ങനെയാണ് ഇത് വായിക്കുക കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. അതായത് സീറോയുടെ അടുത്തുള്ള വാല്യൂസ് ആവുമ്പോൾ ഫംഗ്ഷൻ എന്താവും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് മെന്റ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഓക്കെ, ഇനി ഇവിടെ എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താവും? എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ദിസ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. അതായത് ഇതിന്റെ മീനിങ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് സീറോയുടെ അടുത്തുള്ള വാല്യൂസ് ആവുമ്പോൾ ഫംഗ്ഷൻ മൊത്തത്തിൽ എന്താവും? മൊത്തത്തിൽ ഫംഗ്ഷൻ 0 ആവും. ഓക്കെ, ഇതാണ് ഇതിന്റെ മീനിങ്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഇനി ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ പറയാനുണ്ട്. സോ വേറൊരു ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if x less than or equal to 0, 2 if x greater than 0. ഇതിന്റെ മീനിങ് എന്താണ്? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ 1 ആവും. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ 2 ആവും. അപ്പോ ഇത് നമുക്ക് എങ്ങനെ ലിമിറ്റ്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0യുടെ ലെഫ്റ്റിലേക്കാണ് അല്ലെ, നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? 1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റോ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ ഫംഗ്ഷൻ 2 ആ വരിക. ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അതായത് നെഗറ്റീവ് ആവുമ്പോൾ ഇപ്പൊ ഇതിങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 0യുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 1ഉം 0യുടെ മേലെ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താവും? ഫംഗ്ഷൻ 2ഉം ആവും. ഓക്കെ, അപ്പോ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും, ഇതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് തിയറംസ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് തിയറംസ് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് എല്ലാം കൂടെ വാരി വലിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താവും? കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ അത്യാവശ്യം വേണ്ട കുറച്ച് തിയറംസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തിയറംസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് സിമ്പിൾ ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇതെങ്ങനെ എഴുതാം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ തിയറംസ് ആണ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റും എഴുതാം, ഡിവിഷനും എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ഇത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ആദ്യത്തെ ക്ലാസ് അല്ലേ, അപ്പൊ ഞാൻ എല്ലാം ഒന്ന് പറയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് x tends to a
f of x into limit x tends to a g of x. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഡിവിഷൻ ലിമിറ്റ് x tends to a f of x divided by g of x. ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to a f of x divided by limit x tends to a g of x. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോ ഇത്രയും തിയറംസ് ആണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കാനുള്ളത്. ഇനി ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയാം. ഇനി ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതായത് ലിമിറ്റ് ഇറേസ് ചെയ്യാം അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലാംഡ എഫ് ഓഫ് എക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്താവുന്നുള്ളതാണ്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഈ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ലിമിറ്റ് ഫംഗ്ഷന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയി. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബാക്കി പറയാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1 ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ. അപ്പൊ എക്സാമ്പിൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് വളരെ സിമ്പിൾ ആണ്. എക്സിന്റെ വാല്യൂ ഇവിടെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതായത് 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1. ആൻസർ എന്ത് വരും? 1 വരും അല്ലേ. സിമ്പിൾ ആണ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 3 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഇവിടെ എന്ത് വരും? എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 3 പ്ലസ് 1. 3 ഇൻറ്റു 4 12. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ, അതായത് ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻ ടു -1. ഓക്കെ, -1 ഫംഗ്ഷൻ വരുന്നത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റൈസ് ടു 10 വരെ വരുന്നുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് -1 കൊടുക്കുക എക്സിന്. 1 പ്ലസ് -1 പ്ലസ് -1 സ്ക്വയർ, അങ്ങനെ എവിടെ വരെ പോവും? -1 റൈസ് ടു 10 വരെ പോവും. ഇതെങ്ങനെയാ വരിക? 1 പ്ലസ് ഒരു -1, പിന്നെ വരുന്നൊരു +1, പിന്നെ ഒരു -1, അങ്ങനെ പോയിട്ട് ലാസ്റ്റ് -1 റൈസ് ടു 10 എന്ന് പറയുമ്പോൾ +1 വരും അല്ലെ. ഇവിടെ എങ്ങനെയാ വരിക? ഈ 1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ എത്ര നമ്പേഴ്സ് വരും? ഇവിടെ 1 2 3 അങ്ങനെ 10 ടോട്ടൽ 11 നമ്പേഴ്സാ ഉള്ളത്. ഓക്കെ, ടോട്ടൽ 11 നമ്പേഴ്സ്. അതിൽ എത്ര പെയർ ഉണ്ടാവും? പെയറുകൾ തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലെ. 1ഉം -1ഉം ക്യാൻസൽ ആയി പോയി 0 ആയി. അപ്പൊ പെയറുകൾ തമ്മിൽ കട്ടായി പോകും. അപ്പൊ മൊത്തം 10 എന്ന് പറയുമ്പോൾ 10ൽ 5 പെയർ ഉണ്ട്. 5 പെയർ, അപ്പൊ 10 നമ്പേഴ്സ് അങ്ങനെ 0 ആയിപ്പോയി. ബാക്കി വരുന്നത് എന്താണ്? ലാസ്റ്റ് വരുന്ന നമ്പർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം എന്ത് ചെയ്യും? ഇങ്ങനെ കട്ടായി പോകും. അപ്പൊ ബാക്കി വരുന്ന 1 മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്താണ്? 1 ആണ്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസും എല്ലാം, എക്സസൈസിലെ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.